ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിജിലൻസ് റിപ്പോർട്ടിന്മേലാണ് നടപടി വരുന്നത്. തടവുകാർക്ക് വഴിവിട്ട സഹായം ചെയ്യാൻ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഗുരുതരമായ കണ്ടെത്തലുകളാണ് ജയിൽ DIGക്കെതിരെ വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ നടപടി എടുത്തുകൊണ്ടുള്ള ഉത്തരവ് എപ്പോഴാണ് ഇറങ്ങിയത്? പ്രജീഷ്, അല്പസമയം മുമ്പാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉത്തരവ് പുറത്തിറങ്ങിയത്. ജയിൽ വകുപ്പിന്റെ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കൈക്കൂലി കേസും അഴിമതി കേസും അനധികൃത സ്വത്ത് സമ്പാദനവും അടക്കം ആരോപണങ്ങൾ വിനോദ് കുമാറിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഈ കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് തിരുവനന്തപുരം സ്പെഷ്യൽ സെല്ലാണ് അന്വേഷണം നടത്തുന്നത്. അത് സംബന്ധിച്ചും ഒപ്പം തന്നെ അനധികൃതമായ സ്വത്ത് സമ്പാദനം സംബന്ധിച്ചും വിജിലൻസ് ഡയറക്ടർ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് ലഭിച്ചതാണ്ട് 4 ദിവസം എടുത്തു. ഈ അഴിമതി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് വ്യക്തമായ തെളിവുണ്ടായിട്ടും ആ 4 ദിവസം എടുത്തു സർക്കാരിന് നടപടിയെടുക്കാൻ എന്നുള്ളതാണ്. കാരണം ജയിൽ വകുപ്പിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റ്, അതായത് ജയിൽ ആസ്ഥാന DIG ആയിട്ട് ജോലിയിലിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ വിജിലൻസ് അഴിമതി ആരോപണം ഉന്നയിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രാഥമിക അന്വേഷണം അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടും ഇത്രയും ദിവസം എടുത്തത് അതിൽ ദുരൂഹതയുണ്ട്. ഏതായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് വിജിലൻസ് വിനോദ് കുമാറിനെതിരെ കണ്ടെത്തിയിരുന്നത്. കാരണം ജയിൽ തടവുകാർക്ക്, പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് അനധികൃതമായി പരോൾ അനുവദിക്കുക, പരോൾ തീയതി അനധികൃതമായി നീട്ടി നൽകുക, അതിനൊപ്പം തന്നെ ജയിലിൽ അവർക്ക് സുഖ സൗകര്യമൊരുക്കുക, പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കടക്കം ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ ബന്ധുക്കളിൽ നിന്ന് ഇതിനുവേണ്ടി കൈക്കൂലി വാങ്ങിക്കുകയും ചെയ്തു എന്നാണ് വിജിലൻസ് കൈയോടെ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ജയിൽ DIG എന്ന നിലയിൽ വിനോദ് കുമാർ മറ്റു ജയിലുകളിൽ നടത്തിയ അനധികൃതമായ സന്ദർശനങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും തയ്യാറായിരുന്നു. അതിനൊപ്പം തന്നെ അനധികൃതമായ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളിലേക്ക് പോകുമോ? അങ്ങനെയുള്ള അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനി എന്തായിരിക്കും? ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥലത്തില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് 4 ദിവസം വൈകിയത്. മുഖ്യമന്ത്രി വന്നു ഇന്ന്, അതിനുശേഷം ഉടൻ തന്നെ നടപടിയിലേക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് നടപടി, അതായത് വിജിലൻസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ജയിൽ ആസ്ഥാന DIG സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ പുറത്തു നിൽക്കേണ്ടി വരും. മറ്റ് നടപടികൾ ഇനിയിപ്പോൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ആഭ്യന്തര വകുപ്പാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും വിശദമായ അന്വേഷണം വേണ്ടുന്ന, സംസ്ഥാനത്ത് സമീപകാലത്ത് തന്നെ ഇത്രയേറെ വലിയ അഴിമതി ആരോപണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത്രയേറെ ഗുരുതരമായ ആരോപണങ്ങളാണ്, പ്രത്യേകിച്ച് അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് വിനോദ് കുമാറിനെതിരെ ഉള്ളത്. നേരത്തെ തന്നെ വിനോദ് കുമാറിന്റെ ഈ മറ്റ് ജയിലുകളിൽ, ഈ മറ്റ് മധ്യമേഖലയും ഉത്തരമേഖലയിലുമൊക്കെ DIGമാരുള്ളപ്പോഴും അവരുടെ പരിധിയിലുള്ള ജയിലുകളിലൊക്കെ അനധികൃതമായ സന്ദർശനം നടത്തുന്നത് നേരത്തെ തന്നെ വിവാദം ഉണ്ടാക്കിയിരുന്നു. അത് ചില ദുരുദ്ദേശത്തോടെയുള്ള വിസിറ്റാണ് എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ തന്റെ അധികാര സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടക്കുകയായിരുന്നു വിനോദ് കുമാർ. പക്ഷേ ഒടുവിൽ വിജിലൻസിന്റെ കെണിയിൽ വിനോദ് കുമാർ കുടുങ്ങി. അവരുടെ കൃത്യമായ നിരീക്ഷണത്തിൽ കൈക്കൂലി ഇടപാടുകൾ കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കൂടി അന്വേഷണം നേരിടുകയാണ്.